ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ എല്ലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുധീഷ് വന്ന് നിധിയുടെ കാല് പിടിച്ചു, ഒന്ന് വാ എന്നും പറഞ്ഞു. പക്ഷേ ഇനി എൻ്റെ വീട്ടുകാരെ പറ്റിച്ചതുപോലെ നിങ്ങളുടെ വീട്ടുകാരെ പറ്റിക്കാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ വരില്ല എന്നും പറഞ്ഞുകൊണ്ട് നിധി അവിടെ തന്നെ അങ്ങനെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് അവിടെ നിന്ന് അങ്ങ് പോയി. ആ സമയത്ത് ഒരുങ്ങാതെ സുധീഷ് പുറത്ത് നിൽക്കുന്നു. അപ്പോൾ സുഭാഷ് അങ്ങോട്ടേക്ക് വന്നു. എടാ, നീ എന്താണ് ഒരുങ്ങാതെ ഇങ്ങനെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പം തന്നെ റെഡി ആവാമെന്ന് പറഞ്ഞു. അല്ല, നിധിയോടാ, അവൾ റെഡി ആയിക്കോളും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് പറഞ്ഞു. അപ്പോൾ സുഭാഷ് അവിടെ നിന്ന് പോയി. സുധീഷിന് പേടിയായിട്ട് പാടില്ല. പക്ഷേ പുറത്ത് എല്ലാവരും ഭയങ്കര ഒരുക്കോ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ വരുന്നവർക്ക് ജ്യൂസും സ്ക്വാഷും ഒക്കെ കൊടുത്ത് എല്ലാവരും വരുന്നവരെയൊക്കെ സ്വീകരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര ഇതായിട്ടിരിക്കുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് പെട്ടെന്ന് അവിടെ നിന്നൊരു മൊബൈലിൽ ഒരാൾ വാർത്ത വായിക്കുന്നത് എല്ലാവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് ഇവരുടെ വിവാഹം, അതായത് ഗുണ്ടകൾ ഏർപ്പാടാക്കിയ ആ ഒരു ആൾക്കാർ കൊല്ലാൻ ഓടിച്ചിട്ടു. അവർ കൊണ്ടുവന്ന് പോലീസ് സ്റ്റേഷനിൽ കയറി. അങ്ങനെ അവിടെ ചെന്ന് പോലീസുകാർ അവരുടെ വിവാഹം നടത്തി കൊടുത്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം പറഞ്ഞൊരു വാർത്തയാണ്. അപ്പോൾ ഈ ഒരു വാർത്ത അത് ആ നാട്ടുകാർ മുഴുവനും ഈ മൊബൈലിൽ കാണുകയും കേൾക്കുകയും ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് നിധിയുടെയും സുധീഷിൻ്റെയും വിവാഹം നടന്നതെന്നുള്ളത് നാട്ടുകാർ മുഴുവനും അറിഞ്ഞു. അപ്പോൾ ഇവരെല്ലാവരും ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ആ ഒരു കഥയും കാര്യങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇട്ടുമൂടാൻ സ്വത്തുള്ള പെണ്ണാണെന്നെങ്കിൽ അറിഞ്ഞത്. എന്ത് കണ്ടിട്ടാ ഈ പെങ്കൊച്ച് ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നെന്ന് എനിക്ക് മനസ്സിലാവാത്തതെന്ന് നാട്ടുകാരെല്ലാം പറയുക. ഇവരുടെ വീട്ടിൽ വന്നിരുന്നു ആ സ്വത്തൊക്കെ ഇനി ഈ കുട്ടിക്ക് കൊടുക്കുമോ, അവർ കിട്ടാതിരിക്കുമോ? തന്തയുടെ കാലം കഴിഞ്ഞാൽ അവകാശം കൊടുത്തല്ലേ പറ്റുള്ളൂ എന്നൊക്കെ ഈ ചേട്ടന്മാരെല്ലാവരും ഇരുന്ന് ഇങ്ങനെ പറയും കേട്ടോ. അപ്പം ഹരീഷ് ഇതെല്ലാം കാണുകയും കേൾക്കുകയും ഒക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വെറുതെ അല്ല, പുളിങ്കൊമ്പിൽ തന്നെ കയറി പിടിച്ചത്. ഇച്ചിരി കാലം കഴിഞ്ഞാലും കിട്ടാനുള്ളതൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പം ഹരീഷേട്ടാ, അപ്പം നമ്മളോട് പറഞ്ഞ കഥയൊക്കെ കറക്റ്റാണെന്ന് മനസ്സിലായില്ലേ എന്ന് നികേഷ് ചോദിക്കുക ഹരീഷിനോട്. നമ്മുടെ ചേട്ടൻ നിസ്സാരക്കാരനൊന്നും അല്ല. പ്രേമം, ഒളിച്ചോട്ടം, ചേസിങ്, പോലീസ്, കല്യാണം, മാസം എന്ന് പറഞ്ഞാൽ ഇതാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. അപ്പോഴത്തേക്കും പുറത്തെ ഡപ്പാങ്കൂത്ത് പാട്ടും കാര്യങ്ങളൊക്കെ. അച്ഛനാ നേരത്തേനും കൂളിംഗ് ക്ലാസ് ഒക്കെ വെച്ച് സൈക്കിളിൽ ചവിട്ടി ഭയങ്കര സെറ്റപ്പായിട്ട് അങ്ങോട്ടേക്ക് വന്നു. പിന്നെ ഡാൻസായി, പാട്ടായി. അദ്ദേഹത്തിൻ്റെ ഡാൻസൊക്കെ കണ്ട് നാട്ടുകാരെല്ലാവരും കൂടി എല്ലാവരും തുള്ളലായി, പാട്ടായി, ഭയങ്കര അടിച്ചുപൊളി. ഹരീഷും നികേഷും ഇത് നോക്കി അന്തം വിട്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ. സമയത്ത് സുധീഷ് അകത്ത് ആകെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കുവാണ്, എന്ത് ചെയ്യണമെന്ന് അറിയാതെ. അപ്പോഴാണ് സുഭാഷ് അങ്ങോട്ടേക്ക് വരുന്നത്. വരുമ്പോഴും അനിയൻ അങ്ങനെ തന്നെ അവിടെ ഇരിക്കുക. എടാ, നീ എന്താണ് അവിടെ തന്നെ ഇരിക്കുന്നേ? ഇതുവരെ റെഡിയാവാത്ത എന്താണെന്ന് ചോദിച്ചു. അത് പിന്നെ ഇപ്പം റെഡി ആയിക്കോളാന്ന് പറഞ്ഞു. ഇത് തന്നെയല്ലേടാ നീ നേരത്തെ പറഞ്ഞേ? പിന്നെ ആ കുട്ടി റെഡി ആയോടാന്ന് ചോദിച്ചപ്പം അത് അവൾ റെഡി ആയിക്കൊണ്ടിരിക്കുക എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് പറയുമ്പം എന്താണ് അതിൻ്റെ മുഖം വല്ലാണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു. ഒന്നുമില്ല ഏട്ടാ, ഒരു പ്രശ്നമില്ല ഏട്ടാ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സുധീഷ് ഒരു ഉരുണ്ട് കളിക്കുന്നേ. അല്ല, എൻ്റെ ഈ ഡ്രസ്സ് അകത്താണ്, അവിടെ അവൾ റെഡി ആവുമല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതാണോ, ഞാൻ വേറെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് വിചാരിച്ചു പോയല്ലോടാന്ന് പറഞ്ഞു. ഇല്ല ഏട്ടാ, സമയമായി, ആളുകളൊക്കെ എത്തിക്കഴിഞ്ഞു, നിങ്ങൾ വേഗം ഒന്ന് വായം പറഞ്ഞു. സുഭാഷ് ഏട്ടാ എന്നും പറഞ്ഞത് അടുത്ത ആൾ പുറകിൽ കൂടെ വന്ന് വിളിച്ചു. ഞാൻ അകത്തേക്ക് വന്നോട്ടെ എന്ന് ചോദിച്ചു. വന്നോളാനും പറഞ്ഞു. അപ്പോൾ അതൊക്കെ പുള്ളിക്കാരി അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഫംഗ്ഷന് വരാൻ പറ്റിയല്ലേ എന്ന് ചോദിച്ചു. നന്നായി കേട്ടോ എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് സുഭാഷ് ഇവർ സംസാരിക്കുന്ന കേട്ട് സുധീഷ് പേടിച്ച് അകത്തേക്ക് നോക്കി നിൽക്കും. ഹലോ, കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വന്ന് കൂട്ടുകാരി കൺഗ്രാജുലേഷൻസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ അല്ല, കൂട്ടുകാരി ഇതുവരെ ഒരുങ്ങിയില്ലെന്ന് ചോദിച്ചു. ഇവൻ്റെ ഡ്രസ്സ് അകത്ത് പെട്ടുപോയി, അവിടെ നിധി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പം അതെ, എൻ്റെ ഡ്രസ്സ് എങ്ങനെയുണ്ടെന്ന് സുഭാഷിനോട് പെങ്കൊച്ചു ചോദിച്ചു. നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ സുഭാഷിന് അതൊന്ന് ചിരിച്ച് സന്തോഷത്തോടെ പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുക കേട്ടോ. അല്ല, നീ എങ്ങനെ ഇങ്ങ് പോകുന്നതെന്ന് ചോദിച്ചു. നിൻ്റെ അമ്മ നിന്നെ വിട്ടോന്ന് ചോദിക്കുമ്പം ഇങ്ങോട്ട് കിടന്ന കാല് തല്ലി ഒടിക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാനിങ്ങ് പോന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ. എന്താ? അതെ, അമ്മയും ഗംഗാധര മാമനുമേ ആ ഗേറ്റിൻ്റെ പുറത്ത് മാറി നിൽപ്പുണ്ട്. ഇവിടെ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് കാണാനായിട്ടേ. ഇങ്ങനെ ഒരു ഫംഗ്ഷൻ നടക്കുന്നതെന്നും അവർക്ക് വിശ്വസിക്കാൻ പോലും പറ്റിയിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അതെ, ഞാൻ അവരെ വീട്ടിലേക്ക് വിളിച്ചായിരുന്നില്ലേ, പിന്നെന്തിനാ അവർ പുറത്തൊന്ന് ഒളിഞ്ഞു നോക്കുന്നത്? നേരെ വന്ന് മുന്നിൽ ഇരുന്നുകൂടെ എന്ന് സുഭാഷ് ചോദിക്കാം. കല്യാണം നല്ല രീതിയിൽ നടക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലല്ലേ ഒരു സന്തോഷത്തോടെ വന്നിരിക്കത്തുള്ളൂ സുഭാഷേട്ടാ. ഇപ്പോഴും വിചാരിക്കുന്നതേ ഈ കല്യാണം നടക്കരുതെന്നുള്ളതാ. എടീ, കല്യാണമൊക്കെ എപ്പോഴേ നടന്നതാണെന്ന് നേരെ സുഭാഷ് ചോദിച്ചു. ഇപ്പം നടക്കുന്നത് റിസപ്ഷൻ ആടി, അതിപ്പോൾ തന്നെ തുടങ്ങുകയും ചെയ്യുമെന്ന് പറഞ്ഞു. സുധീഷിനാണ് പേടിച്ചിട്ട് ഒന്നും പറയാനും പറ്റുന്നില്ല. എന്നാൽ വേഗം ആവട്ടെ, ഇപ്പം തന്നെ വൈകിയില്ലേന്ന് ചോദിച്ചു. അതെ, നീ ഒരു കാര്യം ചെയ്യാം, നീ ഒന്ന് ചെന്ന് നിധിയെ റെഡിയാകാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ പിന്നെന്താ, 5 മിനിറ്റ് കൊണ്ട് ഞാൻ ഇറക്കിക്കൊണ്ട് വരാട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ സുഭാഷ് പറയുമ്പോൾ ഇവൻ്റെ ഡ്രസ്സും അകത്തിരിപ്പുണ്ട്, അതും കൂടെ ഒന്ന് എടുത്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അയ്യോ വേണ്ട പോകണ്ട എന്നും പറഞ്ഞുകൊണ്ട് സുധീഷ് തടഞ്ഞു. എന്താടാ എന്ന് സുഭാഷ് ചോദിച്ചു കേട്ടോ. ഒന്നുമില്ലേ. അപ്പോൾ ഓക്കെ അല്ലേ? അവൾ അങ്ങ് പോവുകയും ചെയ്തു. അത് കഴിഞ്ഞപ്പോഴേക്കും എന്താടാ എന്ന് പറഞ്ഞ് സുഭാഷ് ഇങ്ങനെ നിൽക്കുന്നു. നമ്മുടെ
നിധി അവിടെ ഒരുങ്ങാതിരിക്കുന്നതാണ് പുള്ളിക്കാരി ചെല്ലുമ്പോൾ കാണുന്നത്. അപ്പോൾ നിധി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നു, ചിരിച്ചൊക്കെ കാണിച്ചിട്ടും മൈൻഡൊന്നും ചെയ്യുന്നില്ല നിധി. അപ്പോൾ സുഭാഷ് അവൾ ഡ്രസ്സ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ വേഗം റെഡി ആയിക്കൊള്ളണം, ഇനി അങ്ങനെ വൈകിയ അപ്പോഴത്തേക്ക് സുഭാഷ് ഏട്ടാന്ന് പറഞ്ഞ് പുറത്തുനിന്ന് വിളി വന്നു. വരുവാടാന്ന് പറഞ്ഞ് സുഭാഷ് പുറത്തേക്ക് പോയി. സുധീഷാണെങ്കിൽ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കും കേട്ടോ. നിധിയെ കണ്ടിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അപ്പം മിനിങ്ങാന്ന് ശരിക്കും കാണാനേ കഴിഞ്ഞില്ല, നല്ല ഐശ്വര്യമുള്ള മുഖം കേട്ടോ. ഇയാൾ ആരാന്നൊക്കെ ചോദിച്ചു. അന്നേരം നിധി അയ്യോ അത് ഞാൻ പറഞ്ഞില്ല അല്ലേ, എൻ്റെ പേര് സുനന്ദ എന്നാ. സുധീഷില്ലേ എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകനാ. സുധീഷിനുള്ള ഡ്രസ്സ് എവിടെ ഇരിക്കുന്നതെന്ന് പറഞ്ഞു. എവിടെ ഇരിക്കുന്നേ എന്ന് ചോദിച്ചു. അങ്ങനെ സുനന്ദ അതൊക്കെ നോക്കുക. അപ്പോൾ അതെല്ലാം തപ്പിയെടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും സാരി അവിടെ ഇരിക്കുന്നതും കണ്ടു. ഇതെന്താ ഈ സാരി ഒന്നും എടുക്കാത്തേ, ഇതിലിട്ടൊന്നും തൊട്ടുപോലും നോക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക കേട്ടോ. അപ്പോഴും നിധി ഇങ്ങനെ ഭയങ്കര വെപ്രാളത്തിൽ പേടിയിൽ എന്ത് പറയണമെന്ന് പോലും അറിയാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അവിടെ നിൽക്കുകയാണ്. സാരി ഉടുക്കാൻ അറിയില്ലല്ലേ, ടെൻഷൻ അടിക്കണ്ട, ഞാനല്ലേ ഇവിടെയുള്ള എല്ലാം ഞാൻ ശരിയാക്കി തരാം കേട്ടോ. ആദ്യം ഇതുകൊണ്ട് സുധീഷിന് കൊടുത്തിട്ട് വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് സുനന്ദ പുറത്തേക്ക് പോയി. അതുകൊണ്ടൊന്ന് സുധീഷിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. ഒരു 10 മിനിറ്റ് കൊണ്ടേ സാരി ഉടുപ്പിച്ച് സുന്ദരി കുട്ടിയാക്കി കൊണ്ടുവരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അവൾ അങ്ങോട്ടേക്ക് കയറിപ്പോയി. സുധീഷിനാണ് പേടിയായിട്ടും പാടില്ല, അതേപോലെ ഇതൊന്നും നടക്കില്ല എന്നറിയാലോ. സുനന്ദ എന്ന് വാതിലടച്ചു. നിധി ഇങ്ങനെ അവിടെ തന്നെ ഇരിക്കുക. അപ്പോൾ സാരിയൊക്കെ എടുത്ത് നിധിയുടെ കയ്യിലേക്ക് കൊടുക്കും. പക്ഷെ നിധി അനങ്ങുന്നു പോലുമില്ല. ആ ബ്ലൗസിൻ്റെ അളവിൽ നിന്ന് അണുവിട മാടാൻ പാടില്ല എന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞിരുന്നു, ഞാനത് കൊടുത്ത് തയ്പ്പിച്ചതെന്നൊക്കെ പറയുമോ. അങ്ങനെ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാട്ടോ കടുക് പൊട്ടിക്കുന്നത് പോലെ ചാറ പറഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറയാം. ഇപ്പോൾ നിധി ഒന്നും മിണ്ടുന്നില്ല. ഇയാൾ എന്തോന്നും സംസാരിക്കില്ലേ എന്നൊക്കെ ചോദിച്ചു. ഇയാൾക്ക് എന്താ പേടിയാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴും നിധി മിണ്ടുന്നില്ല. പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഈ വീട്ടിലുള്ള എല്ലാവരും വളരെ നല്ല ആൾക്കാരാ, പ്രത്യേകിച്ച് സുഭാഷ് ഏട്ടൻ എന്ന് പറയാം നിധിയോട്. തനി തങ്കം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇവരെ പറ്റി പറയണു. എഴുന്നേൽക്ക്, അവിടെ എല്ലാവരും കാത്തിരിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിധിയെ സാരി ഉടുപ്പിക്കാൻ നോക്കുമ്പം ശരിക്കും ഒരു ബ്യൂട്ടീഷ്യനെ അറേഞ്ച് ചെയ്യേണ്ടതായിരുന്നു, ഞാനത് പറയാൻ മറന്നുപോയി എന്നൊക്കെ ഇങ്ങനെ പറയണു. ഇല്ലെങ്കിൽ ഞാനിത്തിരി നേരത്തെ വന്നാലും മതിയായിരുന്നു, അതും പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞ് ഈ സുനന്ദ നിന്ന് സാരിന് ഫ്ലീറ്റ് എടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ വീട്ടുകാരെ പറ്റി സുധീഷ് പറഞ്ഞിട്ടുണ്ടോ? എവിടെ പറയാനല്ലേ, ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല അല്ലേ. വന്ന് കയറിയപ്പോൾ തന്നെ തട്ടി കളഞ്ഞില്ലേ, അതാ എൻ്റെ അമ്മ എന്ന് നമ്മുടെ സുനന്ദ പറയാം. ഇപ്പോൾ മനസ്സിലായില്ലേ എൻ്റെ വീടിനെ പറ്റി എന്ന് പറഞ്ഞ സുനന്ദ ഇങ്ങനെ വാതോരാതെ സംസാരിക്കുന്നു. നിധി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഞാൻ സാരി ഉടുപ്പിക്കട്ടെ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും പുറത്ത് പോകാൻ പറഞ്ഞു നിധി സുനന്ദയോട്. അപ്പോൾ സുനന്ദ അന്തം വിട്ടിങ്ങനെ നോക്കുക. മനസ്സിലായില്ല, പുറത്ത് പോകാനാണ് പറഞ്ഞത്, പുറത്ത് പോയി മേക്കപ്പ് കിറ്റ് എടുത്തുകൊണ്ട് വരാനാണോ ഉദ്ദേശിച്ചത്? മുറിന്ന് പുറത്ത് പോകാൻ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു. അപ്പോൾ സാരി തനിയെ ഉടുക്കുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ ഹെൽപ്പ് ചെയ്യണ്ട, അപ്പം ഞാൻ എന്തിന് തയ്യാറാവണം, ആളുകളുടെ മുന്നിൽ ഞാൻ എന്തിനു വന്ന് നിൽക്കണം എന്ന് നിധി ചോദിക്കുക. പ്ലീസ് എനിക്കൊന്ന് ഒറ്റയ്ക്ക് വിട് പ്ലീസ് എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് ഒച്ച വെച്ചു. അപ്പോഴത്തേക്കും നമ്മുടെ സുധീഷ് ഒരുങ്ങി കെട്ടി ഇങ്ങനെ വന്ന് നിൽക്കുവാണ്. അപ്പോൾ സങ്കടപ്പെട്ട് സുനന്ദ ഇറങ്ങി വന്നു. സുനന്ദയുടെ മുഖത്ത് സങ്കടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റി സുനന്ദ, എന്താ നിധി എവിടെ, തയ്യാറായില്ല എന്ന് പറഞ്ഞു. തയ്യാറായില്ലേ എന്തേ? അപ്പോൾ എന്നെ ചീത്ത പറഞ്ഞെന്ന് പറഞ്ഞു. ഏയ് അങ്ങനൊന്നും പറയില്ലല്ലോ എന്ന് സുധീഷ്. ഞാൻ എന്തിന് തയ്യാറാകണം എന്ന് ചോദിച്ച് ദേഷ്യപ്പെട്ടു. അതെന്താ ചീത്തയല്ലേ, മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോനോ എന്നോട് പറഞ്ഞെന്ന് പറഞ്ഞു. എന്താ ഇല്ലേട്ടാ അങ്ങനെയൊന്നും വരാൻ വഴിയില്ല. എന്താ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടോ, വല്ലതും ഉണ്ടാക്കുകയോ വല്ലതും ചെയ്തോ, അതോ ഈ റിസപ്ഷൻ ഇഷ്ടമാവാത്തത് കൊണ്ടാണ് ആ കുട്ടി അങ്ങനെ സംസാരിച്ചതെന്ന് പറയാം. അപ്പോൾ സുധീഷ് എന്താടാ കേൾക്കുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ ഏട്ടാ ഞാൻ ആദ്യം മുതലേ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതിലെന്തോ പ്രശ്നമുണ്ട്. ഒന്നുമില്ല ഏട്ടാ, പിന്നെന്താണ് അവൾ ഇതുവരെ റെഡിയാവാത്തേ? അത് പിന്നെ എടാ പറയടാ, നിന്റെ മുഖം കണ്ടാൽ അറിയാം നീ എന്തോ ഒളിക്കുന്നുണ്ട്, കാര്യം പറയടാന്ന് പറഞ്ഞു. അയ്യോ അതൊന്നും ഇല്ല ഏട്ടാ, അവൾ ഇങ്ങോട്ട് വന്നതിൻ്റെ അതൊന്നും അല്ല, അതല്ലാതെ നിങ്ങൾക്കിടയിൽ എന്തോ ഒന്നുണ്ട്. എടാ ഇത്രയും ഏർപ്പാടുകളൊക്കെ ചെയ്ത് കണ്ടിട്ടും ആ കുട്ടി തയ്യാറാകുന്നില്ലെങ്കിൽ അതിനിടയിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്നുള്ളത് ഉറപ്പാന്ന് പറഞ്ഞു. അയ്യോ ഒന്നുമില്ല ഏട്ടാ, ഞാനൊന്ന് പോയി, എടാ നിന്നോടാ ചോദിച്ചത്, ചേട്ടാ ഞാനൊന്ന് പോയി സംസാരിക്കട്ടെ, വരാമെന്ന് ഞാൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞ് സുധീഷ് ചെല്ലുക. അപ്പോൾ സുധീഷ് അകത്തേക്ക് കയറി ചെന്നു. അപ്പോഴേക്കും നിധി ചോദിച്ചു, ഇയാൾ എന്തൊക്കെ ഈ കാട്ടിക്കൂട്ടണേ ഇവിടെ, ഇയാൾ ഇത് വീട്ടിലൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴേക്കും സുധീഷ് വാതിലിയാരി. അപ്പം നിധിക്ക് പേടിയായി. അത് പിന്നെ എങ്ങനെയാ നിധി ഞാനത് പറയാം, എനിക്ക് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലെന്ന് പറയുമ്പം ഇയാളുടെ വിഷമം മാത്രമേ ആലോചിക്കുന്നുള്ളൂ, എൻ്റെ ഭാഗത്തു നിന്ന് ഇയാൾ ആലോചിക്കുന്നതേ ഇല്ലല്ലോ. അത് പിന്നെ ഈ കഴിഞ്ഞ 4 ദിവസമായിട്ട് ഞാൻ ഇയാളുടെ ഭാഗത്തു നിന്ന് മാത്രമല്ലേ ചിന്തിച്ചിട്ടുള്ളൂ. അതെ എനിക്കായിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു സമ്മതിക്കുന്നു, എന്നാൽ അത് മാത്രം വിളിച്ചു പറഞ്ഞ് എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കില്ലേ എന്ന് നിധി സുധീഷിനോട് പറയുക. അവരൊക്കെ വലിയ സന്തോഷത്തിലാണ്. അപ്പോഴേക്കും ഇവരുടെ സംസാരം പുറത്ത് നിന്ന് നമ്മുടെ സുഭാഷ് കേൾക്കാനിടയായി. ആ സമയത്ത് നിങ്ങളുടെ അവസ്ഥയൊക്കെ എനിക്ക് മനസ്സിലാകും. എന്നാൽ എൻ്റെ അവസ്ഥ നിങ്ങളെന്താ ഒട്ടും മനസ്സിലാക്കാത്തത്, എനിക്ക് എങ്ങനെ അഭിനയിക്കാൻ പറ്റത്തില്ല എന്ന് നിധി പറയുന്നു.
വീണ്ടും വീണ്ടും എന്നോട് അഭിനയിക്കാൻ ഇങ്ങനെ പറയല്ലേ എന്ന് നിധി പറയൂ കേട്ടോ. എൻ്റെ വീട്ടുകാരെ ഞാൻ ചതിച്ചു, നിങ്ങളുടെ വീട്ടുകാരെ കൂടി എനിക്ക് ചതിക്കാൻ കഴിയില്ല എന്ന് നിധി പറയുന്നത് കേട്ട് സുഭാഷ് ഇടിച്ചു കയറി അകത്തേക്ക് ചെല്ലുക. അപ്പോൾ എനിക്ക് വേണ്ടി ഒരു തവണ കൂടി ഒന്നും നിൽക്കാനായിട്ട് ഈ സുധീഷ് ഈ നിധിയോട് പറയുന്നു. എനിക്ക് വേണ്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. നാളെ നമുക്ക് എല്ലാ സത്യം എല്ലാവരോടും തുറന്നു പറയാന്നേ, അതിനുശേഷം ഇയാൾ എന്ത് വേണമെങ്കിലും ചെയ്തോ, അത് ഇയാളുടെ തീരുമാനമാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സുധീഷ് പറയുക. സുഭാഷിന് ഇതായി. സുധീഷ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് കയറി ചെന്നില്ലേ, വാതിലടച്ചു. എന്താടാ എന്താ സുഭാഷ് ഏട്ടൻ കുറച്ചൊന്ന് പുറത്ത് നിൽക്കും, ഞങ്ങളൊന്ന് സംസാരിക്കട്ടെ എന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചേട്ടാ പ്ലീസ് ഏട്ടാ കുറച്ച് നേരം ഒന്ന് പുറത്ത് കേട്ടാന്ന് പറഞ്ഞു. അപ്പം ശരി, കഴിഞ്ഞ കുറേ നേരമായിട്ട് നീ പറയുന്നതും ഇത് തന്നെയല്ലേ എന്ന് സുഭാഷ് ചോദിക്കുക. എന്താ ഇതിലിപ്പോൾ ഇത്ര സംസാരിക്കാനുള്ളത് എന്താണെന്ന് സുഭാഷ് നേരം ചോദിക്കുക. കേട്ടിട്ടാ സുഭാഷ് വന്നത്. അപ്പോൾ ഇവരെ പറയുമെന്നറിയാൻ വേണ്ടി നിൽക്കുക. എന്താ ഇവിടെ ശരിക്കും പ്രശ്നം, കാര്യം പറയാൻ പറഞ്ഞു. നോക്ക്, നാട്ടുകാർ മുഴുവനും പുറത്ത് നിൽക്കാം, നിങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ടാണ് ഈ റിസപ്ഷൻ അറേഞ്ച് ചെയ്തിരിക്കുന്നത് തന്നെ. പക്ഷേ നിധി ഇതുവരെ തയ്യാറായിട്ടില്ലല്ലോ, എന്താ കാര്യമൊന്നും ചോദിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ടപ്പോൾ അത് പിന്നെ സുഭാഷ് ഏട്ടാ അതെ എടാ വന്നപ്പോൾ തൊട്ട് നീ ഒരുമാതിരി ഇങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, എന്താ നിങ്ങളുടെ പ്രശ്നം, അത് നിങ്ങൾ പറയാൻ പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ നിധി ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ നിധി കാര്യങ്ങളെല്ലാം പറയാൻ തുടങ്ങുകയാണ്. കുട്ടി, നിങ്ങൾ തമ്മിൽ നടന്ന വിവാഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്കറിയാം, പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം. അല്ല, എന്നേക്കാൾ വയസ്സിന് ഒരുപാട് ചെറുപ്പമായതുകൊണ്ട് നീ എന്ന് വിളിച്ചു പോയതാ കേട്ടോ, കുഴപ്പമില്ലല്ലോ അല്ലേ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഇല്ല നല്ല രീതിയിൽ ഇങ്ങനെ തലയാട്ടി. ഇയാളുടെ അച്ഛനെ ആശുപത്രിയിലാക്കി എന്ന് കേട്ടപ്പോൾ ഞങ്ങൾ ഒരുപാട് വിഷമിച്ചതാ, അദ്ദേഹത്തിനൊന്നും പറ്റരുതേ എന്ന് തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിച്ചതും. കുട്ടിയുടെ അച്ഛന് അപകടമൊന്നും ഇല്ല എന്നിവൻ പറയുന്നത് വരെ ഞങ്ങളിതൊന്നും തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് സുഭാഷ് പറയുക സുധീഷിനോട്. എന്തിനാ ധൃതി പിടിച്ച് ഇതൊക്കെ ചെയ്യുന്നതെന്ന് കുട്ടിക്ക് ചിലപ്പോൾ ദേഷ്യവും കാര്യങ്ങളൊക്കെ തോന്നാം, അത് സ്വാഭാവികമാണ്. പക്ഷേ ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് കുട്ടിയൊന്ന് മനസ്സിലാക്കണമെന്ന് സുഭാഷ് നിധിയോട് പറയൂ കേട്ടോ. അപ്പം സുഭാഷ് ഏട്ടാ അത് പിന്നെ ഞാൻ പിന്നെ എനിക്ക് അപ്പം നീ ഒന്ന് ചുമ്മാതിരിക്കും സുധീഷേ, ഇനി ഞാൻ സംസാരിച്ചോളാം എന്ന് സുഭാഷ് അന്നേരം പറഞ്ഞു. സുധീഷിന് പേടി എന്തെങ്കിലും വിളിച്ച് പറയുമോ എന്നുള്ളത്. അപ്പം ഞങ്ങൾക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല മോളെ, അതുകൊണ്ടാണെന്ന് സുഭാഷ് പറയുമോ. നിധിയോട് വളരെ മാന്യമായിട്ട് പെട്ടെന്നൊരു ദിവസം കല്യാണം കഴിഞ്ഞെന്നും പറഞ്ഞ് നിങ്ങളിങ്ങോട്ട് കയറി വന്നാൽ അയൽക്കാരും നാട്ടുകാരൊക്കെ എന്താ പറയാമെന്ന് മോൾക്കറിയാവുന്നതാണല്ലോ. പിന്നെ കുട്ടിയുടെ വീട്ടുകാർക്ക് പെട്ടെന്നുള്ള നിങ്ങളുടെ വിവാഹം എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാതെ പോയത്, അത് തന്നെയായിരുന്നു ഞങ്ങളുടെയും അവസ്ഥ. അതൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഇവൻ ഡ്രൈവറായിട്ട് പോയ വീട്ടിലെ പെണ്ണിനെയും കൊണ്ട് ഓടിപ്പോയെന്നാണ് ഞങ്ങൾ ആദ്യം അറിഞ്ഞത്. പിന്നെ ഇവരെ അങ്ങോട്ട് അയച്ച ആൾ തന്നെയാണ് ഞങ്ങളോട് ആദ്യമായിട്ട് ഇതിനെപ്പറ്റി പറയുന്നതും. നോക്ക്, അപ്പം തൊട്ട് തുടങ്ങി പേടിയും ടെൻഷനുമാണ്, എന്തായി ഏതായി എന്നൊന്നും അറിയാതെ കാത്തിരിക്കുകയായിരുന്നു ഞങ്ങളെല്ലാവരും ഈ നേരം വരെ. അത് കുട്ടിക്ക് അറിയാമോ എന്ന് ചോദിച്ചു. സുധീഷിനെ അന്നേരം നിധി ഇങ്ങനെ നോക്കുക കേട്ടോ. സുധീഷിന് പേടിയാവുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിന്നൊരു കോള് വരുന്നു, ഇവൻ കുട്ടിയെ കല്യാണം കഴിച്ചെന്നും പറഞ്ഞു. അപ്പോൾ ഇത് നാട്ടുകാരെല്ലാം അറിയുകയും കാണുകയും ചെയ്തു. അപ്പോൾ ഒരു പേരുദോഷം എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് ഉണ്ടാകരുത് എന്നൊരു ആഗ്രഹം എനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ എല്ലാവിധ മര്യാദകളോടും കൂടി അവൻ്റെ പെണ്ണിനെ വരവേൽക്കണമെന്നും നാട്ടുകാരുടെ മുന്നിൽ അഭിമാനത്തോടെ നിർത്തണമെന്നും ഞാൻ വിചാരിച്ചു. അതിനാണ് ഈ ഏർപ്പാടൊക്കെ ചെയ്തതെന്ന കാര്യം സുഭാഷ് നിധിയോട് പറയുക. നിധി ഇതൊക്കെ കേട്ട് ഇങ്ങനെ മിണ്ടാതെ നിൽക്കുവാണ്. പക്ഷേ ഞങ്ങൾ തമ്മിൽ നിങ്ങളെല്ലാവരും വിചാരിക്കുന്നത് പോലെ ഞങ്ങൾ രണ്ടുപേരും സ്നേഹിച്ച് വിവാഹം കഴിച്ചവരല്ല എന്ന് നിധി അന്നേരം സുഭാഷിനോട് പറയാം. അപ്പോഴത്തേക്കും സുധീഷ് ഇങ്ങനെ ഞെട്ടി നിൽക്കുവാണ്. എല്ലാം പോയിന്ന് സുധീഷിന് തന്നെ മനസ്സിലായി. സുധീഷ് പറഞ്ഞു പിടിപ്പിച്ചതെല്ലാം പുളുവായിരുന്നു. നിധി തന്നെ പറഞ്ഞെടുത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എന്തായാലും ഇനി നിധി കഥകളെല്ലാം സുഭാഷിനോട് പറയും. സുഭാഷ് ഇനി അടുത്ത തീരുമാനം എന്തെടുക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണാം. എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ടാറ്റാ.